ആരെങ്കിലും എവിടെയെങ്കിലും പ്രഖ്യാപനങ്ങൾ നടത്തിയെങ്കിൽ അവരെ ഹനിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ അവർ നേതൃത്വം കൊടുത്ത് ഇതുവരെയും നടത്തിയിട്ടുള്ള സൽപ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്തും ആതുര സേവന രംഗത്തും ക്രൈസ്തവ സഭകൾ കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ നന്മ നേതൃത്വം അതിനെ ഒരിക്കലും അതിന്റെ നേരെ കണ്ണടയ്ക്കാൻ പറ്റുകയില്ലല്ലോ. ഇപ്പോഴത്തെ ഗവൺമെന്റിനെ അധികാരത്തിൽ കൊണ്ടുവന്നത് ജനങ്ങളാണ്. ജനങ്ങൾ അവരുടെ വീട് നന്നാക്കാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങളല്ല, ഈ രാജ്യത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി, നമ്മുടെ കേരളത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി നാം ജീവിക്കുന്ന പർദീസ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്ന ആ സ്ഥലത്ത് അതിൻ്റെതായ ഗുണങ്ങൾ ഫലത്തിൽ വരുന്നതിന് വേണ്ടിയൊക്കെയാണ്. അപ്പോൾ ഈ പ്രഖ്യാപനങ്ങളും ഒച്ചപ്പാടുകള് ഒന്ന് മാറ്റിവെച്ച് ബഹുമാനപ്പെട്ട ഗവൺമെന്റ് എവിടെ നിന്ന് ഉത്ഭവിച്ചോ ഏതെല്ലാം കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വളർന്നു വന്നുവോ അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യാനായിട്ട് പാർട്ടിയും ബന്ധപ്പെട്ട അതിന്റെ പ്രമാണങ്ങളിൽ ആവശ്യമായ ഭേദഗതികൾ കാലോചിതമായി ചെയ്തു വന്നതിന്റെ ഫലമാണല്ലോ ക്രൈസ്തവ നേതാക്കന്മാരെ ആയിട്ട് ഒന്നിച്ചു പോകുക, ബഹുമാനപ്പെട്ട മന്ത്രിമാർ അവരെയൊക്കെ കാണുക, അവരുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് 59-ലൊന്നും ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങളല്ലേ. അപ്പോ വളരെ അങ്ങോട്ട് അടുത്താണല്ലോ പോകുന്നത്. ഒന്നുകൂടെ അല്പം കൂടെ ഒന്ന് ഇരുന്ന് ചിന്തിച്ച്, ഉദാഹരണമായി പറഞ്ഞാൽ ക്രൈസ്തവ സഭാ നേതാക്കളും മറ്റ് ഹൈന്ദവ സമുദായ നേതാക്കളും എല്ലാം ഒരുമിച്ച് പോകുന്ന ഒരു രീതി ഉണ്ടായല്ലോ. ഈ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളിലും അതുപോലെയുള്ള ഒന്ന് ഇരുന്ന് ചിന്തിച്ച് അല്പം സഹിച്ചും ക്ഷമിച്ചും നമ്മുടെ രാജ്യത്തിന്റെ നന്മ, പ്രത്യേകിച്ച് ഭാവി തലമുറ ആണല്ലോ രാജ്യത്തിന്റെ നിലനിൽപ്പേ. തിരുമേനി പറയുന്നത് ഇവർക്ക് പരസ്പരം ചർച്ച ചെയ്ത് ഗവൺമെന്റും മറ്റ് സഭാധ്യക്ഷന്മാരും തമ്മിൽ പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ എന്നാണ് തിരുമേനി പറഞ്ഞത്. ചർച്ച ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സഭകൾ പുറകോട്ട് തിരിഞ്ഞു നോക്കണം. അവരെന്തിനിത് ആരംഭിച്ചു? നന്മ വരാൻ, സാധുക്കളെ സഹായിക്കാൻ. എനിക്ക് തോന്നുന്നത് ക്രൈസ്തവർ മാത്രമല്ല, കൊട്ടയ്ക്കൽ ആര്യ വൈദ്യശാലയിൽ 100 പേർക്ക് 12 മാസവും ചികിത്സയും ഭക്ഷണവും കൊടുക്കുന്നു. ക്രൈസ്തവ സഭ മാത്രമല്ല ഇത് ചെയ്യുന്നത്. ക്രൈസ്തവ സഭകൾ ചെയ്യുന്ന നന്മകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കണക്കില്ല. ഞാൻ ചെയ്യുന്നത് പരസ്യം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല, ഞാനിവിടെ ഒരിക്കലും ആരോടും പറയുകയുമില്ല. പക്ഷേ എന്തുമാത്രം ബുദ്ധിമാന്യമുള്ള ആളുകളെ, ദരിദ്രരെ, എന്തുമാത്രം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു, അതിന്റെ ഒന്നും കണക്കൊന്നും പത്രത്തിൽ കൊടുക്കാറില്ല. അപ്പൊ അതെല്ലാം ക്രൈസ്തവ സഭയുടെ അടിസ്ഥാന പ്രമാണമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഒന്നുകൂടെ വ്യക്തമാക്കാം. കൈരളി ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപാട് നന്മകൾ നിഷ്പക്ഷമായി ചെയ്യുന്ന ഒരു മഹാപ്രസ്ഥാനമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് 1950-ലോ 59-ലോ 60-ലോ ആയിരുന്ന അവസ്ഥയിൽ നിന്ന് സ്വന്തമായി പാർട്ടി ചിന്തിച്ചും പരസ്പരം സംസാരിച്ചും കേരളത്തിലെ അനുഭവം, അവിടെയുള്ള സമുദായങ്ങളുമായി ചേർന്നു പോകാവുന്ന വിധത്തിൽ വിട്ടുവീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, ഞാൻ 59-ൽ നിരീശ്വരത്തിനെതിരെ പ്രസംഗിക്കാനിടയായത് അന്നത്തെ ചില പ്രമാണങ്ങൾ വായിച്ചു നോക്കിയിട്ടാണ്. അതിലെല്ലാം വിട്ടുവീഴ്ചകളുണ്ടായി. കേരളത്തിന്റെ അഭിവൃദ്ധി, നന്മ, അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പാർട്ടി ആ വിധത്തിലെല്ലാം ചിന്തിച്ചു വന്നല്ലോ. ആ പാർട്ടിയുടെ നേതൃത്വത്തിലല്ലേ ഇപ്പോൾ ഒരു ഭരണം നടക്കുന്നത്. ക്രൈസ്തവ സഭകൾ എവിടെയെങ്കിലുമെല്ലാം കറുത്ത പാടുകൾ ഉണ്ടാകുന്നില്ലെന്നും ചീത്തയായ സമീപനമുണ്ടാകുന്നില്ലെന്നും പറയാനൊക്കുകയില്ല. എന്നാൽ ക്രൈസ്തവ സഭകൾ ഒന്നിച്ചു ചേരുമ്പോൾ അവയെക്കുറിച്ച് ചിന്തിക്കുകയും അതിനൊക്കെ പരിഹാരം വരുത്താനായിട്ട് ശ്രമിച്ചു വരികയാണ്. ഉദാഹരണമായി പറഞ്ഞാൽ, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന കൊച്ചു സഭ അടുത്ത കാലത്ത് പൊതുകൽപ്പന ഇറക്കിയിട്ടുണ്ട്.
പള്ളികളിലുണ്ടാകുന്ന അതിന്റെ 10% ആതുര സേവനത്തിനും സാധു സംരക്ഷണത്തിനും മാറ്റിവെച്ചുകൊള്ളണം എന്ന്. അപ്പോൾ തന്നെ ധൂർത്തും പെരുന്നാളുകളോ ആഘോഷ പരിപാടികളോ നടക്കുന്നിടത്ത് ധൂർത്തുണ്ടാകാൻ പാടില്ല. വിവാഹ ചടങ്ങുകൾ ധൂർത്തുണ്ടാകാൻ പാടില്ല. അങ്ങനെ ക്രമീകരിച്ചു വരികയാണ്. തിരുമേനി പറഞ്ഞതിൽ നിന്ന് എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ചോദ്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിലെ എല്ലാ സമൂഹത്തിൽപ്പെട്ട ജനങ്ങൾക്കും അറിയാം, ഹിന്ദു സമുദായമെന്ന് മാത്രമല്ല ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവർക്ക് വേണ്ടി, അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ കുട്ടികൾക്ക് വേണ്ടി, പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അവർക്ക് ആവശ്യത്തിനുള്ള പഠന സൗകര്യം നൽകുന്നതിന് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചിട്ടുള്ള സമൂഹമാണ് ക്രൈസ്തവ സമൂഹം. എന്നാൽ ഇന്ന് അതിൽ നിന്ന് ഒരു വേർവിട്ട് വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർമ്മിച്ച് ഭീമമായ തലവരി സംഖ്യ ഈടാക്കിക്കൊണ്ട് സമൂഹത്തിലെ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രം പ്രവേശനം കിട്ടത്തക്ക രീതിയിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അത് ആ ഒരു രീതി, നമ്മളെല്ലാം ദൈവവിശ്വാസികളാണ്. ഒരു ക്രൈസ്തവ ദൃഷ്ടിയിൽ തിരുമേനി എങ്ങനെയാണ് കാണുന്നത്? അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? അമേരിക്കയിൽ വന്ന ഒരു മലയാളി മദ്യപാനിയും വെറിക്കൂത്തുകാരനും